Once again, all of you, welcome back to my YouTube channel. My name is Adira. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. So today we are going to start a new chapter of SCRT textbook. Okay, അപ്പം SCRT textbookൽ തന്നിരിക്കുന്ന ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചാപ്റ്റർ എന്ന് പറയുന്നത് first chapter periodic. The first chapter is periodic trends and electronic configuration. Okay, periodic trends and electronic configuration. Periodic ട്രെൻഡ്സിനെ പറ്റിയും അല്ലെങ്കിൽ ഇത് ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ പറ്റിയിട്ടും പറയുന്നതിന് മുമ്പിട്ട് പീരിയോഡിക് ടേബിളിനെ പറ്റി കുറച്ച് ബേസിക് ഐഡിയാസ് നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ആ ഒരു ബേസിക് ഐഡിയാസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് തൊട്ട് ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യാം, വിശദമായിട്ട് പഠിച്ചത്. അപ്പൊ ഈ പീരിയോഡിക് ടേബിൾ ഇൻവെന്റ് ചെയ്യുന്നതിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആദ്യമേ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഈ പീരിയോഡിക് ടേബിൾ ഈ മോഡേൺ പീരിയോഡിക് ടേബിളിൽ എത്തുന്നത് വരെ കുറെ പേര് എന്ത് ചെയ്തിരുന്നു, അത് കണ്ടെത്താനായിട്ട് കുറെ എഫേർട്ട് എടുത്തിരുന്നു. സോ ഫസ്റ്റ് ഈ പീരിയോഡിക് ടേബിളിന്റെ ഈ ഒരു എലമെന്റ്സിനെ ഐഡന്റിഫൈ ചെയ്ത് നെയിം ചെയ്യുന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തത് ലാവോസിയർ എന്നൊരു സയന്റിസ്റ്റ് ആയിരുന്നു. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ആ ഒരു ക്ലാസിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് ലാവോസിയർ ആയിരുന്നു. ദെൻ അപ്പം ലാവോസിയർ അന്ന് അറിയാവുന്ന 30 എലമെന്റ്സിനെ മെറ്റൽസ് എന്നും നോൺ മെറ്റൽസ് എന്നും എന്ന ബേസിലാണ് എന്ത് ചെയ്തത്, ക്ലാസിഫൈ ചെയ്തത്. അപ്പം അന്ന് അറിയാവുന്ന ലാവോസിയറിന്റെ ടൈമിൽ അറിയാമായിരുന്ന 30 എലമെന്റ്സിനെ മെറ്റൽസ് എന്നും നോൺ മെറ്റൽസ് എന്നും ക്ലാസിഫൈ ചെയ്തു. പക്ഷെ മെറ്റലോയിഡ്സിനെ അദ്ദേഹം എന്ത് ചെയ്തില്ല, ക്ലാസിഫൈ ചെയ്തില്ല. അത് ലാവോസിയറിന്റെ ക്ലാസിഫിക്കേഷനിൽ ഒരു ഡ്രോബാക്ക് ആയിട്ട് മാറി. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഡോബറീനിയർ. ഓക്കെ, അപ്പൊ ലാവോസിയർ ഫസ്റ്റ്, നെക്സ്റ്റ് വരുന്നതാണ് ഡോബറീനിയർ എന്ന് പറയുന്നത്. അദ്ദേഹം ഇലക്ട്രോൺസിനെ അല്ലെങ്കിൽ എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തെന്ന് വെച്ചാൽ ട്രയാഡ്സ് എന്നതിന്റെ ബേസിലായിരുന്നു ക്ലാസിഫൈ ചെയ്തത്. അതായത് ഒരേ പ്രോപ്പർട്ടി കാണിക്കുന്ന 3 എലമെന്റ്സിനെ ഒരു ഗ്രൂപ്പിലാക്കിയിട്ട്, 3 മീൻസ് ട്രൈ. അപ്പം ഈ 3 എലമെന്റ്സിനെ ഒരേ ഗ്രൂപ്പിലാക്കി ട്രയാഡ്സ് എന്ന രീതിയിൽ അദ്ദേഹം എന്ത് ചെയ്തു, ഈ എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തു. അതിനകത്തൊരു പ്രത്യേകത കൂടെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് എലമെന്റിന്റെയും തേർഡ് എലമെന്റിന്റെയും മാസിന്റെ സം എടുക്കുന്നത്, അതിന്റെ ഒരു മീൻ എടുക്കുന്നതായിരിക്കും സെക്കൻഡ് എലമെന്റിന്റേതെന്ന് പറയുന്നത്. അതായിരുന്നു ട്രയാഡ്സിന്റെ പ്രത്യേകത. പക്ഷെ അതിനകത്തും എല്ലാ എലമെന്റ്സിനെയും ആ ഒരു രീതിയിൽ അദ്ദേഹത്തിന് അറേഞ്ച് ചെയ്യാൻ സാധിച്ചില്ല. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ന്യൂലാൻഡ് എന്ന് പറയുക. അപ്പൊ ന്യൂലാൻഡ് അദ്ദേഹത്തിന്റെ കാലത്ത് അറിയപ്പെടുന്ന ഒരു 56 എലമെന്റ്സിനെ എന്ത് ചെയ്തു, ക്ലാസിഫൈ ചെയ്തു. അപ്പം ഈ ന്യൂലാൻഡ് ക്ലാസിഫൈ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിച്ചത് 1ാമത്തെ എലമെന്റ്സും 8ാമത്തെ എലമെന്റ്സും ഒരേ പ്രോപ്പർട്ടി കാണിക്കുന്നു എന്നൊരു കണ്ടെത്തൽ അദ്ദേഹം നടത്തി. അതാണ് ന്യൂലാൻഡ് ലോ ഓഫ് ഒക്ടേവസ് എന്ന് അറിയപ്പെടുന്നത്. ന്യൂലാൻഡ് ലോ ഓഫ് ഒക്ടേവസ്, ഒക്ട് മീൻസ് 8 എന്ന്. അപ്പം 1ാമത്തതിനും 8ാമത്തതിനും ഒരേ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു കണ്ടുപിടുത്തം നടത്തി. അതിനെ അദ്ദേഹം സരിഗമ എന്ന നോട്ടുമായിട്ടൊക്കെ എന്ത് ചെയ്തിരുന്നു, കമ്പയർ ചെയ്തിരുന്നു. നെക്സ്റ്റ് വരുന്ന സയന്റിസ്റ്റ് ആയിരുന്നു മെൻഡലീവ് എന്ന് പറയുന്നത്. അപ്പൊ മെൻഡലീവിന്റെ കാലത്ത് അറിയപ്പെടുന്ന 63 എലമെന്റ്സിനെ അദ്ദേഹം എന്ത് ചെയ്തു, ക്ലാസിഫൈ ചെയ്തു. അപ്പം അതിനെ കൃത്യമായ രീതിയിൽ പേരൊക്കെ കൊടുത്ത് അറേഞ്ച് ചെയ്ത് ഒരു കൃത്യമായ ഓർഡർ കൊടുത്തൊരു വ്യക്തിയായിരുന്നു ഒരു മെൻഡലീവ് എന്ന്. അതുകൊണ്ട് അദ്ദേഹത്തിനെ ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്ന് അറിയപ്പെടുന്നു. അപ്പൊ മെൻഡലീവ് ആണ് ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്ന് അറിയപ്പെടുന്നത്. അദ്ദേഹം അറ്റോമിക് മാസിന്റെ ബേസിലാണ് എന്ത് ചെയ്തത്, ഇതിനെ ഇങ്ങനെ അറേഞ്ച് ചെയ്തത്. ദെൻ അപ്പം 63 എലമെന്റ്സിനെ അദ്ദേഹം എന്ത് ചെയ്തു, ക്ലാസിഫൈ ചെയ്തു. അതിലും കുറച്ച് ഡ്രോബാക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇദ്ദേഹത്തിന് ശേഷം വരുന്ന വ്യക്തിയാണ് മോസ്ലി എന്ന് പറയുന്നത്, ഹെൻറി മോസ്ലി. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു, എലമെന്റ്സിനെ എക്സ്റേ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെന്റും ഒക്കെ നടത്തി അതിന് അറ്റോമിക് നമ്പർ കൃത്യമായി നൽകി സീരീസ് ആയിട്ട് ഇതിനെ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ സീരീസ് ആയിട്ട് നമ്പർ കൊടുത്ത് അറേഞ്ച് ചെയ്ത്. അതാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. അപ്പം ഹെൻറി മോസ്ലി ആണ് മോഡേൺ പീരിയോഡിക് ടേബിളിലേക്ക് ഒരു കണ്ടെത്തൽ നടത്തിയത്. ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് മെൻഡലീവ് തന്നെയാണ്. പക്ഷെ മോഡേൺ പീരിയോഡിക് ടേബിൾ കണ്ടെത്തിയത് ഹെൻറി മോസ്ലി ആണ്. ദെൻ നമുക്ക് ഈ പീരിയോഡിക് ടേബിളില് ഈ മെൻഡലീവിന്റെ കാലത്ത് അദ്ദേഹം മറ്റൊരു കാര്യം കൂടി കണ്ടെത്തിയിരുന്നു, പീരിയോഡിക് ലോ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം കണ്ടെത്തിയ പീരിയോഡിക് ലോ എന്ന് പറഞ്ഞാൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ chemical and physical properties of elements are periodic function of their atomic masses എന്ന് പറഞ്ഞു. അപ്പം മെൻഡലീവിന്റെ പീരിയോഡിക് ലോ അനുസരിച്ച് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ദെയർ അറ്റോമിക് മാസസ്. അപ്പം കെമിക്കലും ഫിസിക്കലും പ്രോപ്പർട്ടീസ് അതിന്റെ അറ്റോമിക് മാസിന്റെ ഫംഗ്ഷൻ ആണെന്നാണ് ആര് പറഞ്ഞത്, മെൻഡലീവ് പറഞ്ഞത്. എന്നാൽ ഹെൻറി മോസ്ലി ഇതിനെ വീണ്ടും എന്ത് ചെയ്തു, ഒന്ന് റീഅറേഞ്ച് ചെയ്തു. കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ദെയർ അറ്റോമിക് നമ്പർ എന്ന് അദ്ദേഹം എന്ത് ചെയ്തു, ഒന്ന് റീഅറേഞ്ച് ചെയ്തു. അതാണ് ന്യൂ പീരിയോഡിക് ലോ എന്ന് അറിയപ്പെടുന്നത്. അപ്പം മോഡേൺ പീരിയോഡിക് ടേബിൾ കണ്ടെത്തിയത് മെൻഡലീവ് അല്ല, മോഡേൺ പീരിയോഡിക് ടേബിൾ കണ്ടെത്തിയത് ഹെൻറി മോസ്ലി ആണ്. എന്നാൽ ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്നറിയപ്പെടുന്നത് മെൻഡലീവ് തന്നെ ആണ്. ദെൻ
ഈ പീരിയോഡിക് ടേബിളിൽ നമുക്ക് 118 എലമെന്റ്സിനെ എന്ത് ചെയ്തിട്ടുണ്ട്, അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇൻ അവർ മോഡേൺ പീരിയോഡിക് ടേബിൾ there is 118 elements are there. ഓക്കെ, ഇതാണ് എന്ത് മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. ഇതിൽ മൊത്തത്തില് 118 എലമെന്റ്സ് ആണ് ഉള്ളത്. ദെൻ ഇതിനകത്ത് 90 എണ്ണം നാച്ചുറലി ഒക്കറിംഗ് ആണ്, ബാക്കി എന്തല്ല നേച്ചർ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലി മെയ്ഡ് ചെയ്ത എലമെന്റ്സ് ആണ്. 90 എണ്ണം എന്താണ് നാച്ചുറലി ഒക്കറിംഗ് ആണ്, ബാക്കിയുള്ളത് മൊത്തം ആർട്ടിഫിഷ്യലി മെയ്ഡ് ആണ്. അല്ലെങ്കിൽ കുറച്ചെണ്ണം എന്താണ് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ്സും അതിനകത്ത് ഉണ്ട്. ഇതെല്ലാം ബേസിക് കൺസെപ്റ്റ്സ് ആണ്, പക്ഷെ നമ്മൾക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ ഇതൊന്ന് അറിഞ്ഞു വെക്കുക എന്നതിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. പിന്നെ ഈ പീരിയോഡിക് ടേബിളില് ഇവിടുന്ന് ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ നമ്മൾ പറയുന്നത് അതിനെ എന്താ ഗ്രൂപ്പ് എന്നാ പറയുന്നത്. ഓക്കെ, ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്ന ഓരോ കോളംസിനെയും നമ്മൾ പറയുന്ന പേര് ഗ്രൂപ്പ് എന്നാണ്. പിന്നെ മുകളിൽ നിന്ന് അപ് ടു ഡൗൺ വരുന്നതിന് നമ്മൾ പറയുന്നത് പീരീഡ് എന്നാണ്. ഓക്കെ, ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്നതിന് നമ്മൾ അതിനെ ഗ്രൂപ്പ് എന്ന് പറയും, അപ് ടു ഡൗൺ വരുന്നതിനെ പീരീഡ്സ് എന്ന് പറയും. അപ്പം ഈ ഒരു എണ്ണം എണ്ണി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മൊത്തത്തിൽ 18 ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, എത്ര ഗ്രൂപ്പ് ഉണ്ട്? 18. അപ്പം 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 ഗ്രൂപ്പ്. ഓക്കെ, 18 ഗ്രൂപ്പ് പീരിയോഡിക് ടേബിളിലുണ്ട്. ഇനി ഈ അപ് ടു ഡൗൺ വരുന്നത് നമ്മൾ എന്തെന്നാ പറഞ്ഞത്? പീരീഡ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം മൊത്തത്തിൽ 7 പീരീഡ് ആണ് ഉള്ളത്. 1 2 3 4 5 6 7. ഓക്കെ, 7 പീരീഡും ഉണ്ട്. ഇനി ഇതിനെ നമ്മൾക്ക് നിങ്ങൾ 9th പഠിച്ച പോർഷൻ ആണ് ഇതെല്ലാം. ഇനി എസ് ബ്ലോക്ക് ഉണ്ട്, പി ബ്ലോക്ക് ഉണ്ട്, ഡി ബ്ലോക്ക് ഉണ്ട്, എഫ് ബ്ലോക്ക് ഉണ്ട് അല്ലെ. മൊത്തത്തിൽ 4 ബ്ലോക്ക് ആണുള്ളത്. അതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എസ് ബ്ലോക്ക്, സെക്കൻഡ് വൺ പി ബ്ലോക്ക്, തേർഡ് വൺ ഡി ബ്ലോക്ക്, ലാസ്റ്റ് വൺ ആണ് എഫ് ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇനി ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും കൂടെ ചേർന്നതിന് നമ്മൾ എന്താന്ന് പറയുന്നത്? എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പിനെ നമ്മൾ എന്താന്ന് പറയുന്നു? എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നു. ഇനി ഇവിടെ നമുക്ക് 13 തൊട്ട് 18 വരെ വരുന്നതിന് നമ്മൾ എന്താന്ന് പറയുന്നത്? പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. 13 തൊട്ട് 18 വരെ വരുന്നതാണ് പി ബ്ലോക്ക് എലമെന്റ്സ്. ഇനി 3 to 12 വരെ വരുന്നതാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഇനി നമ്മൾ ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു 2 റോ എന്ത് ചെയ്ത് താഴെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അവരാണ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിനെല്ലാം ഈ ഓരോ ഗ്രൂപ്പിനും എന്തുണ്ട്? പേരുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഗ്രൂപ്പിന്റെ പേരാണ് ആൽക്കലി മെറ്റൽസ്. ഓക്കെ, ഫസ്റ്റ് ഗ്രൂപ്പിന്റെ പേര് ആൽക്കലി മെറ്റൽസ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ഓക്കെ, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. പിന്നെ 3 തൊട്ട് 12 വരെ വരുന്നതിനെ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണ് പറയുന്നത്. ട്രാൻസിഷൻ എലമെന്റ്സ്. ഓക്കെ, ദെൻ ഇത് 3 തൊട്ട് ഇവിടെ 3 തൊട്ട് 12 വരെയാണ് ഇതിനകത്ത് വരുന്നത്. 3 തൊട്ട് 12. അപ്പൊ ഇതെന്താണ്? 13. അപ്പൊ 13ാമത്തെ ഗ്രൂപ്പിന്റെ പേര് ബോറോൺ ഫാമിലി, 14ന്റെ പേര് കാർബൺ ഫാമിലി, 15 നൈട്രജൻ ഫാമിലി, 16 ഓക്സിജൻ ഫാമിലി, 17 ഹാലജൻസ്, 18 നോബിൾ ഗ്യാസസ്. ഓക്കെ, ഇനി നമ്മൾ പീരീഡ് എടുക്കുകയാണെങ്കിൽ ഈ 56 ശേഷം 57, ഈ 57 തൊട്ട് വരുന്ന എലമെന്റ്സ്, ഈ 57 നോക്കുകയാണെങ്കിൽ 56 കഴിഞ്ഞ് 57 58 വരുന്നതിന് പകരം അവിടെ കൊടുത്തിരിക്കുന്നത് 72 ആണ്. അപ്പം ഈ 57 തൊട്ടുള്ള എലമെന്റ്സിനെയാണ് നമ്മൾ എഫ് ബ്ലോക്കിനകത്ത് 57 തൊട്ട് വരുന്നത് 57 അല്ലെങ്കിൽ അത് തൊട്ട് വരുന്നതിനെ ലാന്തനോയിഡ്സ് എന്നും, എഫ് ബ്ലോക്കിലെ ഫസ്റ്റ് റോയെ നമ്മൾ ലാന്തനോയിഡ്സ് എന്നും സെക്കൻഡ് റോയെ ആക്ടിനോയിഡ്സ് എന്നുമാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ മൊത്തത്തില് 18 ഗ്രൂപ്പ്, 7 പീരീഡ്, മൊത്തത്തിൽ 118 എലമെന്റ്സ് ഉണ്ട്. അതിൽ 90 എണ്ണം നാച്ചുറലി ഒക്കറിംഗ് ആണ്, ബാക്കിയുള്ളത് ആർട്ടിഫിഷ്യലി മെയ്ഡ് ആണ്. ദെൻ ഇനി ഫസ്റ്റ് 1ഉം 2ഉം ഗ്രൂപ്പിനെ നമ്മൾ എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നു. 3 തൊട്ട് 12 വരെയുള്ളതിനെ ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നു. 13 തൊട്ട് 18 വരെയുള്ളതിനെ പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നു. പിന്നെ താഴെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന 2 സ്പെഷ്യൽ റോ ആണ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഇനി അവരുടെ പേരായിരുന്നു ഫസ്റ്റ് ഗ്രൂപ്പിന്റെ പേരെന്ന് പറയുന്നത് ആൽക്കലി മെറ്റൽസ്, സെക്കൻഡ് വൺ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. 3 തൊട്ട് 12 വരെയുള്ളതിനെ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയുന്നു. 13 ബോറോൺ ഫാമിലി, 14 കാർബൺ ഫാമിലി, 15 നൈട്രജൻ ഫാമിലി, 16 ഓക്സിജൻ ഫാമിലി, 17 ഹാലജൻസ്, 18 നോബിൾ ഗ്യാസസ്. ഇത്രയും പീരിയോഡിക് ടേബിളിന്റെ ബേസ് ആണ്, ബേസിക് കൺസെപ്റ്റ്സ് ആണ്. ഇത് നിങ്ങൾ 9th ക്ലാസ്സിൽ പഠിച്ചതാണ്. പക്ഷേ അതൊന്ന് ഓർത്തെടുത്തിട്ട് നമ്മൾ ചാപ്റ്റർ തുടങ്ങുന്നതായിരിക്കും കുറേയും കൂടി നല്ലത്. അപ്പം എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് ലാവോസിയർ ആയിരുന്നു. ലാവോസിയറിൽ നിന്ന് അത് ഡോബറീനിയറിലെത്തി.
പിന്നെ അത് ന്യൂലാൻഡ്, പിന്നെ മെൻഡലീവ്, ഏറ്റവും ലാസ്റ്റ് ആണ് ഹെൻറി മോസ്ലിയിൽ അത് എത്തി നിൽക്കുന്നത്. അപ്പം ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് മെൻഡലീവ് തന്നെയാണ്. അതിനെ ഒന്ന് കറക്റ്റ് അറ്റോമിക് നമ്പറിന്റെ ഒക്കെ ഓർഡറിൽ അറേഞ്ച് ചെയ്തെടുത്തതാണ് ഹെൻറി മോസ്ലി എന്ന് പറയുന്നത്. അദ്ദേഹം എക്സ്റേ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെന്റിലൂടെയാണ് അറ്റോമിക് നമ്പറിന്റെ ബേസിൽ അതിനെ അറേഞ്ച് ചെയ്തത്. ഇത് പീരിയോഡിക് ടേബിൾ എന്നതിന്റെ ബേസിക് കൺസെപ്റ്റ് ആണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ് തൊട്ട് ക്ലാസിഫിക്കേഷൻസും അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന ടോപ്പിക് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ പറയുന്ന കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്